നമ്മൾ വർക്ക് സ്പേസ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. പക്ഷെ വർക്ക് സ്പേസ് സാർ ഇവിടെ കാണാനില്ല, കോളോബറേറ്റിലാണ് വർക്ക്. ഓക്കെ, വർക്ക് സെറ്റ്. അപ്പൊ അതിപ്പോ നമ്മളൊരു ഈ ഹൈഡ് വർക്ക് ചെയ്തിട്ട് സ്റ്റോപ്പ് സ്റ്റെയറിംഗ് ഒന്നും കാണിച്ചിട്ടില്ല, അതിനപ്പുറത്തൊരു ഹൈഡ് എന്നും പറഞ്ഞിട്ടുണ്ട്. അതല്ല. ഇതല്ലേ? അത് ഹൈഡ് ചെയ്തിട്ട് ഓക്കെ, നമ്മൾ വർക്ക് സെറ്റ് ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്ന സംഭവമാണ് വർക്ക് സെറ്റ്. അതില് അല്ല, നമ്മൾ എന്തിനു വേണ്ടിയാ ക്ലിക്ക് വർക്ക് സെറ്റ് ചെയ്യുന്നത്? വർക്ക് സെറ്റ് നമ്മളൊരു വർക്ക് ചെയ്യും, അതായത് ലൈറ്റിംഗ് ലേഔട്ട്, പവർ ലേഔട്ട്, അങ്ങനെ പല ലേഔട്ടുകളായിട്ടാണ് നമ്മൾ അല്ല, ക്രിയേറ്റ് ചെയ്യുന്നത്. എന്തുണ്ടാക്കാൻ വേണ്ടിയാണ് വർക്ക് സെറ്റ് ഉണ്ടാക്കുന്നത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ ഒരു മോഡലിംഗ് ചെയ്യുമ്പോൾ സെൻട്രൽ ഫയൽ ഉണ്ടാക്കാൻ സെൻട്രൽ വേണ്ടിയാണ്. മോഡൽ സെൻട്രൽ മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് സെറ്റ് ചെയ്യുന്നത്. ഉം. അപ്പോൾ വർക്ക് സെറ്റിൽ പോയിട്ട് നമ്മൾ ഇതില് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. മുകളിലത്തെ ഷെയർ ആൻഡ് ഗ്രിഡ് ലേഔട്ട്സിന്റെ വർക്ക് സെറ്റിൽ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മള് ആർക്കിടെക്ചർ ആണ് നമുക്ക് ലിങ്ക് ചെയ്യേണ്ടത്. അപ്പൊ നമ്മള് ആർക്ക് ലിങ്ക് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യും. ആർക്ക് ലിങ്ക്, അതിനുശേഷം നമ്മൾ ഓക്കെ കൊടുക്കുക. അപ്പൊ നമുക്കൊരു ന്യൂ ഡയലോഗ് ബോക്സ് വരും. ഡയലോഗ് ബോക്സ് വന്നതിന് ശേഷം ഇതില് നമ്മൾ ഓൾറെഡി ഇത് വന്നിട്ടുണ്ട്, ആർട്ട് ലിങ്ക്. അതുമാതിരി തന്നെ ഷെയർ ആൻഡ് ഗ്രിഡ് ലെവൽസ്. അപ്പൊ നമ്മൾ എന്താണ് ഇലക്ട്രിക്കലാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക്കല് വരുന്ന സർവീസുകളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ന്യൂ കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ്ലി നമ്മൾ ലൈറ്റിംഗ്, അതായത് ലൈറ്റിംഗ് ലേഔട്ട് ആണെങ്കിൽ ഇതില് നമ്മൾ LIGHT ലേഔട്ട് നമ്മൾ ടൈപ്പ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഓക്കെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ റീനെയിം ചെയ്ത് ഓക്കെ ഇലക്ട്രിക്കൽ ലൈറ്റിംഗ് എന്നാക്കുക, ക്യാപിറ്റൽ ആക്കുക. ശരി സാർ, വിട്ടുപോയി. ക്യാപിറ്റൽ ക്യാപിറ്റൽ ആക്കണം അല്ലേ? പിന്നെ ക്യാപിറ്റൽ ആക്കണം. എടുക്കുമ്പോ എല്ലാം ക്യാപിറ്റൽ ആണോ അല്ലേ? വേണ്ട, അത് ഫസ്റ്റ് ലെറ്റർ ലൈറ്റിങ്ങിന്റെ ക്യാപിറ്റൽ ആക്കിയിട്ട് LTG എന്നിട്ടാ മതി ഷോർട്ട് ഫോം. പക്ഷെ ഇത് നോക്കണം, BEPക്കകത്ത് അവരങ്ങനെയാണ് പേര് കൊടുക്കാൻ പറയുന്നത് എന്നുള്ളത്. അല്ല, ലേഔട്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കത്. ഓക്കെ, നമ്മൾ ഓൾറെഡി നമ്മളൊരു ഇത് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് നമ്മൾ വരുന്ന സർവീസ് ലൈറ്റിംഗ്, അടുത്ത് വരുന്ന ഒരു പവർ ആണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ പവർ എന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. പവർ ലേഔട്ട് ഓക്കെ. പവർ നെക്സ്റ്റ് വരുന്നത് നമ്മള് സർവീസിൽ വരുന്നതാണ് കേബിൾ ട്രേ. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കേബിൾ ട്രേ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. കേബിൾ ട്രേ നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് വരുന്ന സർവീസ് ആണ് ELV. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതില് റീനെയിം എടുത്തിട്ട് കോപ്പി എടുക്കാൻ പറ്റില്ല സാർ? പറ്റില്ല. ഓക്കെ, അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ട് അടുത്ത് നമ്മള് കേബിൾ ട്രേ കളഞ്ഞതിന് ശേഷം ELV എന്ന് നമ്മൾ സെറ്റ് ചെയ്ത് ELV ഓക്കെ. അടുത്ത് നമ്മൾ ന്യൂ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മള് സെക്യൂരിറ്റി, അതുമാതിരി തന്നെ നെക്സ്റ്റ് നമ്മള് ആക്സസ് കൺട്രോൾ, ഫയർ അലാറം, ആക്സസ് കൺട്രോൾ. ഓക്കെ സാർ, ആക്സസ്. നെക്സ്റ്റ് വന്നിട്ട് നമ്മള് ഫയർ അലാം, ഇലക്ട്രിക്കൽ ഫയർ അലാം. ഇത്ര മതി. എന്നിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മള് ഏതാണോ അറ്റാച്ച് ചെയ്യുന്നത്, ഇപ്പൊ നമുക്ക് ആർക്കിടെക്ചർ ആണ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വർക്ക് സെറ്റ് നമ്മൾ ആക്റ്റീവ് ചെയ്യുക. നമ്മളിതിപ്പോ ഓക്കെ പറയുമ്പോൾ ഇത് എനേബിൾ ആണെന്ന് നോക്കി നമ്മൾ നോ കൊടുക്കുക. അപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഇത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വർക്ക് സെറ്റ്. അപ്പൊ ഫസ്റ്റ്ലി നമ്മള് ചെയ്യുന്നുണ്ട്, നമ്മളൊരു ആർക്കിടെക്ചർ നമ്മൾ ഇതിലേക്ക് ലിങ്ക് ചെയ്യണം. ലിങ്ക് ചെയ്യാനായിട്ട് അപ്പോ ഇതില് ആർക്കിടെക്ചർ ലിങ്ക് എന്നുള്ള വർക്ക് സ്പേസ് എടുത്തിട്ട് നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെ ലൈറ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ലൈറ്റിംഗ് എടുത്തിട്ട് നമ്മൾ ഈ വർക്ക് സെറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പൊ അത് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ആർക്കിടെക്ചർ ലിങ്ക് ചെയ്യാൻ വേണ്ടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻസെർട്ട് എന്ന് പറഞ്ഞ ടാബ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളിവിടെ റിവറ്റ് ലിങ്ക് ഉണ്ട്. അതുമാതിരി തന്നെ ഇതിൽ പല ഓപ്ഷൻസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇമ്പോർട്ട് PDF, അതുമാതിരി തന്നെ CAD, മാനേജ് ലിങ്ക്സ്, അങ്ങനെ നമ്മൾ ഇതിൽ റിവറ്റ് ലിങ്ക് ആണ് എടുക്കുന്നത്. ക്ലിക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണോ നമ്മുടെ മോഡലിൽ ഇരിക്കുന്ന ലൊക്കേഷൻ അതിന്റെ ഒരു പാത്രം നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്. അവിടെ ക്ലിക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ
ഓൾറെഡി ഡെസ്ക്ടോപ്പിൽ നമ്മൾ റിവറ്റ് ക്ലാസ് എന്നുള്ള ഒരു ഫോൾഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ മോഡൽ ഫയൽ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ആർട്ടിച്ചിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിച്ചിൽ അതിന്റെ ഒരു ഫയലിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ RVT എന്നുള്ള ഫയലാണ് റിവറ്റ് മോഡലിംഗിന്റെ. ഓക്കെ ഓക്കെ പ്രൊജക്ട് ഫയലാണ്. അതുപോലെ തന്നെ ഫയൽസ് നമ്മൾ 3 തരം ഫയൽസ് ഉണ്ട്. ഫാമിലി ഫയല്, അതുപോലെ തന്നെ റിവറ്റ് ടെംപ്ലേറ്റ്. അപ്പൊ ഇതില് നമ്മൾ റിവറ്റ് ഫയൽ നമ്മൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇതില് പൊസിഷൻ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഓപ്ഷൻസ് ഇതിലുണ്ട്. ഓട്ടോ സെന്റർ ടു സെന്റർ, അതുപോലെ തന്നെ ഇന്ത്യൻ ഒറിജിൻ ടു ഒറിജിൻ, വൈഷയർ കോർഡിനേറ്റ്സ്. അപ്പൊ ഇതില് മെയിൻ ആയിട്ട് നമ്മൾ എടുക്കുന്നത് ബേസ് പോയിന്റ് വെച്ചിട്ട് ചെയ്യാം. ഇന്ത്യനിൽ ഒറിജിൻ ടു ഒറിജിൻ കൊടുത്തു, അതിനുശേഷം നമ്മൾ ഓപ്പൺ ചെയ്തു. അപ്പോ നമ്മളൊരു വേറെ ഫയലായിരുന്നു ഇത്ര ടൈം എടുക്കുന്നത്. 2019 എടുക്കുന്ന ഫയലാണ് നമുക്ക് ടൈം എടുക്കുക. അതിനുശേഷം അറ്റാച്ച് ആവും. പിന്നെ അതിനുശേഷം നമ്മൾ ചെയ്യുന്നതാണ് ഇവിടെ പ്രൊജക്ട് പ്രോപ്പർട്ടീസില് നമ്മള് കാണുന്നതാണ് ഇലക്ട്രിക്കല്, ലൈറ്റിങ്. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ഫയൽ എന്ന് പറഞ്ഞ സിസ്റ്റം ആയതുകൊണ്ട് അതിൽ നമുക്കിപ്പോ മെക്കാനിക്കല്, ഇലക്ട്രിക്കല്, പ്ലംബിങ് എല്ലാം വരും. അതുമാതിരി തന്നെ ഇലക്ട്രിക്കൽ എടുക്കുകയാണെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കല്, ലൈറ്റിങ്, പവർ, അത്ര വ്യൂസ് ഒക്കെ നമുക്ക് ഓരോ സർവീസിനനുസരിച്ച് നമ്മൾ എടുക്കേണ്ടി വരിക. അപ്പൊ നമുക്ക് എല്ലാം കൂടി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ സിസ്റ്റം എന്നുള്ളൊരു ഓപ്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഓൾറെഡി നമ്മുടെ ആർട്ടിച്ചർ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ ആർട്ടിച്ചർ അറ്റാച്ച് ചെയ്തതിനു ശേഷം ഫസ്റ്റ് ചെയ്യേണ്ട ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ പിൻ എന്നൊരു ഓപ്ഷൻസ് ഉണ്ട്. നമ്മളത് പിൻ ചെയ്ത് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ആർട്ടിച്ചർ വന്നത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും, അതായത് ഇതിന്റെ കോർഡിനേറ്റ്സ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചാണ് നമ്മൾ മൂവ് ആണെങ്കിൽ നമുക്ക് മൂവ് ആണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കമന്റ്സ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് ഇതില് വ്യൂസ്, അതായത് ഇത് അറ്റാച്ച് ചെയ്തതിനു ശേഷം ഫസ്റ്റ് നമ്മൾ അതിന്റെ 3D വ്യൂസിലാണ് പോവുക. അതിനുശേഷം നമുക്ക് 3D വ്യൂസിൽ പോവുകയാണെങ്കിൽ നമുക്ക് അതിലെ വ്യൂസ്, അതായത് വയർ ഫ്രെയിം, ഹിഡൻസ് ലൈൻ, ഷെയ്ഡഡ്, ഇങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ വയർ ഫ്രെയിം ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബിൽഡിങ്ങിന്റെ ഇന്നറിൽ നമുക്ക് എന്തൊക്കെയാണെന്ന് സെർച്ച് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഇതിലിപ്പോ നമ്മൾ സൂം ചെയ്യണമെങ്കിൽ ഓരോ എവിടെയാണ് വിൻഡ് വരുന്നത്, അതിൽ എന്തൊക്കെ മെറ്റീരിയൽസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ അതില് നമ്മൾ ഷെയ്ഡ് എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണോ ഇതിന്റെ ബിൽഡിങ്ങിന്റെ ഷെയ്ഡ് ആയിട്ടുള്ള വ്യൂ, അതുമാതിരി തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നതെല്ലാം നമ്മൾ ഹിഡനിലിട്ടിട്ടാണ് സാധാരണ ചെയ്യുന്നത്. ഹിഡനിലിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ റൊട്ടേറ്റ് കഴിഞ്ഞാൽ ഷിഫ്റ്റ് ഓൾട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. അതുമാതിരി തന്നെ ഈ പ്രൊജക്ട് നമുക്ക് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഓൾട്ട് പ്രസ് ചെയ്യണമെങ്കിൽ നമുക്ക് സൂം ഔട്ട് ചെയ്യാൻ പറ്റും. അതുമാതിരി തന്നെ നമ്മൾ നെക്സ്റ്റ് വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3D വ്യൂല് അത് വരുന്നില്ല. ഓക്കെ, അല്ലല്ല, ഇതില് നമ്മളൊരു സംഭവം ഉണ്ടല്ലോ, അങ്ങനെ നമ്മൾ വ്യൂ ക്യൂബ് വരുന്നില്ല. അത് വ്യൂനകത്ത് പോയ വ്യൂനകത്ത് വ്യൂ. ഓക്കെ, യൂസർ ഇന്റർഫേസ് എടുത്ത് യൂസർ ഇന്റർഫേസ്. ഓക്കെ, വ്യൂ ക്യൂബ് അല്ലേ? നാവിഗേഷൻ ബാർ ഓൾറെഡി ഉണ്ട്. എന്താണെന്ന് അറിയാമോ, നിങ്ങൾ ഈ കിടക്കുന്നത് ഓൾറെഡി ഇതുണ്ട്. നിങ്ങളുടെ ഈ പ്രൊജക്ട് ബ്രൗസർ കിടക്കുന്നത് പിടിച്ച് സൈഡിലോട്ട് ഇട്. അങ്ങനല്ല പറയുന്നേക്ക് അത് ലെഫ്റ്റിലോട്ട് കൊണ്ടുപോകും. റൈറ്റിലോട്ട് തന്നെ ഈ പ്രൊജക്ടിന്റെ നടുക്കൂടി പ്രൊജക്ട് ബ്രൗസറിന്റെ അവിടെ പിടിച്ചേ. ശാലോ ഇങ്ങോട്ട് മാറ്റി പിടി. അല്ലല്ല, അവിടെ നിൽക്കുക. അതിന് ഇച്ചിരി കർസർ ഇച്ചിരി ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് മാറ്റി ബ്രൗസറിന്റെ മുകളിൽ വെക്കും. പക്ഷേ എന്നിട്ട് മൂവ് ചെയ്ത് റൈറ്റിലോട്ട് കൊണ്ടുപോകും. അങ്ങോട്ട് മേപ്പോട്ട് അങ്ങനെ കൊണ്ടുപോകാതെ മേപ്പോട്ട് എവിടെങ്കിലും കൊണ്ടുപോകും. ഫിറ്റ് ആവും അത്. ശാലോ ഇങ്ങോട്ട് റൈറ്റിലോട്ട് ലെഫ്റ്റിലോട്ട് മാറ്റി മുമ്പോട്ട് മേപ്പോട്ട് കൊണ്ടുപോകും. പക്ഷെ അവിടെ മേപ്പോട്ട് കൊണ്ടുപോകും. അല്ല, അങ്ങനെയല്ല, അത് ലെഫ്റ്റിൽ ക്ലിക്ക് ആവണം. അത് ഇവിടെ വലിക്കേ. അതുപോലെ തന്നെ വരും. ഞാൻ കാണിച്ചു തരാം. പ്രൊജക്ട് ബ്രൗസർ ഓപ്പൺ ആക്കുക. ഇവിടെ പിടിക്കുക. ഇതിൽ പിടിക്കുക. മൂവ് ആവും. അത് ഇവിടെ ഇവിടെ പ്രൊജക്ട് ബ്രൗസർ അവിടെ പിടിക്കുക. നിങ്ങൾ അങ്ങനെ ചെയ്യണ്ട. അവിടെ പിക്ക് ചെയ്ത് സൈഡിലോട്ട് കൊണ്ടുപോകും. സൈഡ് മേപ്പോട്ട് കൊണ്ടുപോകും. ഇച്ചിരി ലെഫ്റ്റിലോട്ട് കൊണ്ടുപോകും. അങ്ങോട്ട് പോട്ടെ. മേപ്പോട്ട് കൊണ്ടുപോകും. ഓക്കെ, ഒന്നുകൂടെ മേപ്പോട്ടുണ്ട്. ഇതിപ്പോൾ താഴോട്ട് ഉണ്ടെന്നേ. ഇതിലൂടോട്ട് വെച്ചേ. ഇത് സെന്ററിലോട്ട് വെച്ചേ. ഞാൻ കാണിച്ചത് ഇത് ശകലം വലുതാക്കിയത്. താഴോട്ട് വലുതാക്കുക.
ഇച്ചിരി വലുതാക്കുക. എന്നിട്ട് ഇതിനെ പിക്ക് ചെയ്തിട്ട് ആ സൈഡിലോട്ട് കൊണ്ടുപോകണം. ഓക്കെ, നിങ്ങൾ അവിടെ പിടിക്കാതെ ഇച്ചിരി ഇങ്ങോട്ട് മാറ്റി പിടിയത്, കർസർ മാറ്റി പിടി. മേപ്പോട്ട് എടുത്ത ഇച്ചിരി റൈറ്റ് അങ്ങോട്ട് പോട്ടെ. ഇത് സ്ട്രെച്ച് ചെയ്ത് മാറ്റിയാൽ മതി. അതിനുശേഷം നമ്മള് വ്യൂസില് ഓൾറെഡി ഹോമിലേക്ക് പോകുന്ന വെച്ചാൽ നമുക്ക് ആക്ച്വൽ ആയിട്ടുള്ള സൗത്ത് വ്യൂല് വരും. അതിനുശേഷം നമ്മള് ഇവിടെ നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലോർ പ്ലാൻസ് കാണുന്നുണ്ട്, ഇതില് പവർ ഇങ്ങനെ കാണുന്നുണ്ട്. നമ്മൾ 2 വ്യൂസ് ആണ് കാണുന്നത്. പക്ഷെ നമ്മൾ ഇതിന്റെ സൗത്ത് വ്യൂ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വ്യൂസിൽ എലിവേഷൻസിൽ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കാണുന്ന വ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇത്ര വ്യൂസ് ഉണ്ട്. ഇത് ഓൾറെഡി നമുക്ക് പ്രൊജക്ടർ ബോക്സിൽ വന്നിട്ടില്ല. അത് എങ്ങനെയാണ് നമുക്ക് കൊണ്ടുവരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോപ്പി മോണിറ്റർ എന്ന് പറഞ്ഞൊരു കമന്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് കോളോബ്രേറ്റിലാണ് എടുക്കുന്നത്. അതിന് മുമ്പേ അലൈൻ ചെയ്യണ്ടായോ ഇവിടെ? ഒരു ലെവൽ അലൈൻ ചെയ്യണ്ടായോ? അയ്യോ കറക്റ്റ് സാർ, മറന്നുപോയി. ഓക്കെ, അപ്പൊ അതിനുശേഷം നമ്മള് പോവാന്ന് വെച്ചാൽ നമ്മൾ 2 വ്യൂസ് നമ്മൾ കാണുന്നത്. ഇതിൽ ലൈൻ 1 ലൈൻ 2 എന്നുള്ള 2 വ്യൂസ് നമുക്കുള്ളൂ. ലെവൽ 2 ലെവൽ 1 എന്നുള്ളത് മാത്രമേ നമുക്ക് ഇതിലുള്ളൂ. അപ്പൊ ഇത് ഫസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം ലൈന് ക്ലിക്ക് ചെയ്യുക. ഇത് 2 ലെവൽസ് ആണ് നമുക്കുള്ളൂ. അപ്പൊ ഈ ലെവൽസുകൾ നമുക്ക് ഇത് ഇവിടുത്തെ ഈ നമ്മുടെ അപ്പച്ചറിന്റെ ലെവൽസ് ആയിട്ട് നമ്മൾ കോപ്പറേറ്റ് ചെയ്യണം. അതിന് നമ്മൾ അലൈൻ എന്നുള്ളൊരു കമന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അലൈൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഏതാണ് ക്ലിക്ക് ചെയ്യുന്നത്. ശരി അലൈൻ എന്നുള്ള കമന്റ്സ് എടുത്തിട്ട് ലെവൽ 2 ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഏതിലേക്കാണ് അറ്റാച്ച് ചെയ്യുന്നത് അവിടെ ക്ലിക്ക് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ലെവൽ 1 എന്നുള്ളത് ക്രിയേറ്റ് ആയി. അതിനുശേഷം നമ്മൾ ഇവിടെ നോക്കുക കഴിഞ്ഞാൽ ബാക്കിയുള്ള ലെവൽസുകൾ നമ്മൾ ഇതിൽ മിസ്സിംഗ് ആണ്. എങ്ങനെയാണ് നമ്മൾ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള കമന്റ്സ് നമ്മൾ കോപ്പി മോണിറ്റർ എന്നുള്ള എക്സ്റഫിലുള്ള ലെയറിൽ നമ്മൾ കോപ്പി മോണിറ്റർ ആൻഡ് കോളബറേറ്റ് എന്നുള്ള ഒരു കമന്റ്സിലാണ് പോകേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ കോപ്പി മോണിറ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ദ ലിങ്ക് എന്നുള്ള വരുന്നുണ്ട്. 2 ഓപ്ഷൻസ് ഉണ്ട്, കറന്റ് പ്രോജക്റ്റ് അതുമാതിരി തന്നെ സെലക്ട് ലിങ്ക്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബ്ലൂ കളർ നമുക്ക് വരും. സെലക്ട് ആയി എന്നുള്ളതാണ് അതിന്റെ ഓപ്ഷൻ വരുന്നത്. ഓക്കെ, സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വരുന്ന ഓപ്ഷൻസ് ആണ്. ഓപ്ഷൻസ് കോപ്പി മോണിറ്റർ കോർഡിനേറ്റ് ഫിനിഷ്. അപ്പൊ അതിൽ നമ്മൾ കോപ്പി എന്നുള്ളൊരു ഓപ്ഷൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കമന്റ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതില് മൾട്ടിപ്പിൾ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ റൈറ്റ് ലൈനിലൊക്കെ നമുക്ക് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഇവിടെ നമ്മൾ ഇവിടെ ഒരു ഇതുണ്ട്, അതായത് ഫിൽട്ടർ എന്നുള്ളൊരു ഓപ്ഷൻസ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ എന്തൊക്കെയാണോ നമുക്ക് കോപ്പി ചെയ്യേണ്ടതെന്ന് ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതിന് നമുക്ക് ഇതില് ലെവൽസ് ആണ് ക്ലിക്ക് ചെയ്യുന്നത്. ബാക്കിയെല്ലാം നമ്മൾ ചെക്ക് കൊടുക്കുക. അതിനുശേഷം ലെവൽസ് ക്ലിയർ ചെയ്യുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം നമ്മളിപ്പോ ഇതാ കോപ്പി ആയിട്ടുണ്ട്. ഇവിടെ ഫിനിഷ് കൊടുക്കുക. അതിനുശേഷം ഫിനിഷ് കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു കോപ്പി മോണിറ്റർ ഉണ്ട്, മോഡിഫൈഡ് അവിടെ ഉള്ളത്. അവിടെ പോവാ. അതിനുശേഷം നമ്മൾ ഇവിടെ ഫിനിഷ് ചെയ്താലാണ് ഇത് ക്ലിയർ ആവുള്ളൂ, ഫിനിഷ് ആവുള്ളൂ. അപ്പൊ ഇവിടെ നോക്കിയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലെവൽസുകളെല്ലാം നമ്മൾ മോണിറ്റർ ആയിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മോണിറ്റർ ആയിട്ട്. പക്ഷെ ഇതിന്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്ലാക്ക് കളറാണ് നമുക്ക് കാണുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ലെവൽസുകൾ നമുക്ക് ഇവിടെ ആഡ് ആയിട്ട് വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ബ്ലാക്ക് കളർ ആയിട്ട് ഇരിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതല്ല ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ആർക്കിടെക്ചറിൽ നിന്ന് ഒറിജിനൽ ഫയൽ ബ്ലൂവും മറ്റേത് ബ്ലാക്ക് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മളൊരു അതെ ഓൾറെഡി നമ്മളത് ഇലക്ട്രിക്കൽ ഫ്ലോർ പ്ലാൻ വന്നിട്ടില്ല. അത് വരാൻ വേണ്ടിട്ട് നമ്മൾ വ്യൂസില് പ്ലാൻ വ്യൂസ് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഫ്ലോർ പ്ലാൻസ് ഉണ്ട്. ഫ്ലോർ പ്ലാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഇത്ര ലെവൽസുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതില് നമുക്ക് ഇത് ക്ലിക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതില് മൊത്തം ലെവലുകളും വരും. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ലെവലുകൾ മാത്രം വരും. അപ്പൊ ഇത് നമ്മൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇങ്ങനെ ഓക്കെ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. അത് നമുക്ക് ഇവിടെ നോക്കുക കാണുന്നുണ്ടാവില്ല. അപ്പൊ ഇത് മെക്കാനിക്കലിലാണ് നമ്മൾ പോയി കിടക്കുന്നത്. മെക്കാനിക്കലില് നമ്മളപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മള് ലൈറ്റിംഗ് ലേഔട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ
നമ്മൾ 01 എന്ന് പറഞ്ഞ് ഡിലീറ്റ് ചെയ്യുക, കാരണം ഓൾറെഡി അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം നമ്മൾ ഈ ലെവൽസുകളെല്ലാം റീനെയിം ചെയ്യാം. അപ്പൊ നമ്മള് ഈ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻസിൽ പോയിട്ട് റീനെയിം കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ ലെവൽ 1 ലൈറ്റിംഗ് ലേഔട്ട് നമ്മൾ കൊടുത്തു. പിന്നെ അതിനുശേഷം ഇതിനെ നമ്മൾ കോപ്പി ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ കോപ്പി ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ ഓൾറെഡി ലെവൽ 1 ഉണ്ട്, നമുക്ക് വേണ്ടത് ലെവൽ 2 ആണ്. ഈ ലെവൽ 2ന്റെ അവിടെ പോയി നമ്മൾ റീനെയിം ചെയ്തു. ഡ്യൂപ്ലിക്കേറ്റ് വിത്ത് ഡീറ്റെയിലിംഗ് കൊടുത്തു. അതിനുശേഷം നമ്മൾ അതിന് റീനെയിം കൊടുത്തു. F2 കൊടുത്താൽ മതി അല്ലേ? F2 കൊടുത്തതിന് ശേഷം നമ്മളിവിടെ കോപ്പി കൊടുത്തു. അപ്പൊ അതിനുശേഷം നമ്മളിവിടെ ലെവൽ 1 എന്നുള്ളത് മാറ്റി ലെവൽ 2 ആക്കി. അതുമാതിരി തന്നെ ഇതിനെ നമ്മൾ കോപ്പി ചെയ്തു. അതിനുശേഷം ലെവൽ 3ൽ ചെന്നു. അതിനുശേഷം നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ഡീറ്റെയിൽ വ്യൂ കൊടുത്തു. അതിനുശേഷം അതിനെ നമ്മൾ F2 കൊടുത്ത് റീനെയിം ചെയ്യാം. റീനെയിം അതിനുശേഷം നമ്മൾ ലെവൽ 2 എന്നത് മാറ്റിട്ട് നമ്മൾ ലെവൽ 3 ആക്കുക. ലെവൽ 3 നെക്സ്റ്റ് ലെവൽ 4ൽ പോയി. അതുമാതിരി തന്നെ ലെവൽ 4ൽ ഇതുമാതിരി തന്നെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ഡീറ്റെയിൽ നിന്ന് കൊടുക്കുക. അതിനുശേഷം അതിനെ നമ്മൾ റീനെയിം ചെയ്തിട്ട് നമ്മൾ ലെവൽ 4 എന്നുള്ളത് കൊടുക്കുക. അതുമാതിരി തന്നെ ലെവൽ 5 അതങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. ലെവൽ 5 അതിനുശേഷം നമ്മൾ ഇവിടെ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് പ്രോപ്പർട്ടി എന്നുള്ള പലറ്റിൽ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ ടെംപ്ലേറ്റ് എന്നുള്ള ഒരു ഇതുണ്ട്. അതായത് വ്യൂ ടെംപ്ലേറ്റ് മെക്കാനിക്കലാണ് കിടക്കുന്നത്. അതിനുശേഷം നമ്മളിവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ അസൈൻ വ്യൂ ടെംപ്ലേറ്റ് എന്നുള്ള വരും. അതിൽ നമ്മൾ ഇപ്പൊ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രിക്കലിന്റെ പ്ലാൻ ആണ്. ഇലക്ട്രിക്കലിന്റെ പ്ലാൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇതില് നമ്മൾ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം അതിന്റെ പേര് ചോദിക്കും. അപ്പൊ നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത് ലൈറ്റിംഗ് എന്നുള്ള പ്ലാൻ ആണ്. അപ്പൊ LIGHTING ലൈറ്റിംഗ് പ്ലാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ഇതിൽ കുറച്ച് വ്യൂസുകൾ നമ്മൾ ഓഫ് ചെയ്തിടണം. അതുമാതിരി തന്നെ നമ്മൾ ഇതില് ഡീറ്റെയിലിംഗ് ലെവല്, അതുമാതിരി തന്നെ വ്യൂ സ്കെയില് നമുക്ക് വേണ്ട. അതുമാതിരി തന്നെ ഇതില് നമ്മൾ നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേ മോഡല് ഇത് നമുക്ക് വേണ്ട. അതുമാതിരി തന്നെ വ്യൂ റേഞ്ച് നമുക്ക് വേണ്ട. ഓപ്ഷൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതില് ഇലക്ട്രിക്കൽ എന്നുള്ളത് പവർ എന്നുള്ളതാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ലൈറ്റിംഗ് പ്ലാൻ ആണ്. ഇവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മൾ ലൈറ്റിംഗ് കൊടുത്തു. അതിനുശേഷം അപ്ലൈ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അവിടെ ഒരു ടെംപ്ലേറ്റ്സ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. കൊണ്ടുപോകണം. അപ്പൊ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മൾ ഇവിടെ നിന്നുള്ള വ്യൂസ് മാറ്റി നമ്മൾ ഇലക്ട്രിക്കലിലേക്ക് ലൈറ്റിംഗ് പ്ലാനിലേക്ക് മാറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് മൂവ് ആയിട്ടുണ്ടായിരിക്കും. നമ്മൾ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഉണ്ടോ അത് മൂവ് ആയിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ വ്യൂ ടെംപ്ലേറ്റിൽ ചേഞ്ച് ചെയ്യാം. അതിനുശേഷം നമ്മൾ VV എന്നൊരു ഓപ്ഷൻസ് ആണ്. നമുക്ക് നമ്മൾ ഇത് നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള എക്സ്റഫുകള് ശരി സാർ. ലെവൽ 3 ലൈറ്റിംഗ് അത് ക്രിയേറ്റ് ചെയ്യണം. അത് അതിനുശേഷം നമ്മൾ ഇതിലുള്ള ലേഔട്ട്, അതായത് ഈ എക്സ്റഫ് അല്ല ഗ്രിഡ് കോപ്പി ചെയ്തിട്ടില്ല. ശരി ഗ്രിഡ് കോപ്പി ചെയ്യാൻ അതാണ് നെക്സ്റ്റ് എന്നുള്ള ഇതിലെ ഗ്രിഡുകൾ ഓൾറെഡി കോപ്പി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ആണ്. നമ്മൾ ഇതിൽ അതുമാതിരി തന്നെ നമ്മൾ കോളബറേറ്ററിൽ പോയിട്ട് കോപ്പി മോണിറ്റർ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ സെലക്ട് ലിങ്ക് കൊടുക്കുക. അതിനുശേഷം സെലക്ട് ചെയ്തതിനു ശേഷം ഇതിൽ കോപ്പി മോണിറ്ററിൽ ക്ലിക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ മൾട്ടിപ്പിൾ കൊടുത്തു. അതിനുശേഷം നമ്മൾ ഏരിയ സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഫിൽറ്ററിൽ നമ്മൾ ഇതിൽ ഗ്രിഡ്സുകൾ നമ്മൾ കോപ്പി ചെയ്തില്ല. അപ്പൊ ഇതെല്ലാം അൺചെക്ക് ചെയ്യുക. അതിനുശേഷം ഗ്രിഡ്സ് ഇടുക.
അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക, അതിനുശേഷം ഫിനിഷ് കൊടുക്കുക. കോപ്പി മോണിറ്ററിൽ പോയിട്ട് നമ്മൾ ലാസ്റ്റ് ഒരു ഫിനിഷ് ഉണ്ട്, അതും കൂടി കൊടുത്താൽ ഫിനിഷ് ആവുള്ളൂ. ഓക്കെ, ഫിനിഷ് ആയിട്ടുണ്ട്. ഓക്കെ. അതിനുശേഷം നമ്മളെ ഗ്രിഡുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഗ്രിഡുകൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കോപ്പി ചെയ്ത ഗ്രിഡുകളാണ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അത് കുഴപ്പമില്ല, അതാണ് കിടന്നോട്ടെ, കുഴപ്പമില്ല. ഓക്കെ. അതിനുശേഷം നമ്മൾ ഇതിൽ വി വി എന്നൊരു കമന്റ്സ് എടുക്കുക കഴിഞ്ഞാൽ വിഷ്വലിറ്റി ഗ്രാഫിക് എന്ന് വരും. അതിൽ നമ്മൾ മോഡൽ കാറ്റഗറി, അനോട്ടേഷൻ, അതുപോലെ തന്നെ ഇത്ര ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഓഫ് ആയിരിക്കും. അപ്പോ റിവറ്റ് ലിങ്ക് എന്നുള്ള ഒരു ഓപ്ഷൻസിൽ പോയിട്ട് നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ഓഫ് ആണോ സാറേ? അല്ലല്ല, ഇതിനിപ്പോ എന്താ നിങ്ങൾ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തോണ്ടല്ലേ ഇങ്ങനെ വരുന്നേ? ശരി ശരി, ടെംപ്ലേറ്റ് ക്ലിക്ക് ചെയ്താലല്ലേ വരത്തുള്ളൂ. ശരി ശരി ശരി, ഇതില്ലേ? ഓക്കെ, ഇതില് പോയിട്ട് ഓക്കെ പറഞ്ഞിട്ട് ഓക്കെ പറയണ്ട, അതിനകത്ത് ഏതാണ് എഡിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയും? അയ്യോ, ശരി ശരി ശരി, ഓക്കെ ഓക്കെ. ഇതുണ്ട്. അപ്പൊ ഇതില് നമ്മള് നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതില് VG എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വരും. അതിനുശേഷം നമ്മൾ ഫസ്റ്റ്ലി പോകുന്നത് റിവറ്റ് ലിങ്ക് എന്നുള്ളതാണ്. അപ്പൊ ഇത് ബൈ ഹോസ്റ്റിക് വ്യൂ എന്നായിരിക്കും നമുക്ക് എടുക്കുന്നുണ്ടാവുക. അതുമാതിരി തന്നെ നമ്മൾ ഹാഫ് ടൂൺ അണ്ടർഡില്ലാണ്. ഹാഫ് ടൂൺ എന്ന് വെച്ചാൽ നമ്മൾ വരുന്ന എക്സ്റഫിന്റെ കളറ് ലൈറ്റ് ആയിട്ടായിരിക്കും. അപ്പൊ നമ്മൾ ഹോസ്റ്റ് വ്യൂ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓൾറെഡി വ്യൂ സെറ്റ് ചെയ്തിട്ടുണ്ട്. എഡിറ്റ് ചെയ്യാൻ വേണ്ടി കസ്റ്റം എന്നുള്ള ഒരു ഓപ്ഷൻസ് ഇട്ടിട്ട് അതിനുശേഷം നമ്മൾ പോവാന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി ഈ വ്യൂവേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് ബേസിക്സ് സിസ്റ്റം നമുക്ക് ഇത് എല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ക്ലിക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ആവശ്യമില്ലാത്ത ലൈൻസ്, ഗ്രിഡ്സുകള്, അതൊക്കെ നമുക്കിത് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഫ് ചെയ്യാം. ഓൾറെഡി നമ്മൾ കോപ്പി മോഡൽ ചെയ്തിട്ടുണ്ട്. അതുമാതിരി തന്നെ അനോട്ടേഷനിൽ പോകാന്ന് വെച്ചാൽ അനോട്ടേഷനിൽ നമ്മൾ ഏതൊക്കെയാണ് നമുക്ക് ആർട്ടിസ്റ്റിന്റെ വേണ്ടാത്ത ഓപ്ഷൻസ് നമുക്ക് ഇതിൽ നമ്മൾ ഓഫ് ചെയ്തിടാം. അതുമാതിരി തന്നെ ഇവിടെ ഫിൽട്ടർ ലിസ്റ്റ് നമുക്ക് വേണ്ടാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഓൾറെഡി ഗ്രിഡ് നമുക്ക് വേണ്ട, ഓൾറെഡി നമുക്ക് കോപ്പി ചെയ്ത് വെച്ചിട്ട് നമുക്ക് അത് ഓഫ് ചെയ്യാം. അപ്പൊ ഇത് ഇവിടെ ക്ലിക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ആർട്ടിച്ചർ, സ്ട്രക്ചർ, മെക്കാനിക്കൽ ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ മെക്കാനിക്കലാണ് എടുക്കുന്നത്. അത് ഓഫ് ചെയ്തിട്ട് ആർട്ടിച്ചിൽ പോകാന്ന് വെച്ചാൽ ആർട്ടിച്ചിൽ വരുന്ന ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇതിൽ വരിക. അപ്പൊ നമുക്ക് ഇതിൽ ഡോറ്, അതുമാതിരി തന്നെ ഡയമെൻഷൻസ് നമുക്ക് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യാം. അതുമാതിരി തന്നെ നെക്സ്റ്റ് ഇതിൽ ഗ്രിഡ് നമുക്ക് വേണ്ട, ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഓഫ് ചെയ്തിടാം. അത്ര കൊടുത്തതിന് ശേഷം റെഫറൻസ് ലൈൻസ്, സ്കോപ്പ് ബോക്സ്, അതുമാതിരി തന്നെ റെഫറൻസ് പ്ലെയിൻസ്, റെഫറൻസ് ലൈൻസ്, സ്കോപ്പ് ഓഫ് ബോക്സ്, ഇത്ര ഓപ്ഷൻസ് നമ്മൾ ഓഫ് ചെയ്തതിനു ശേഷം അപ്ലൈ ഓക്കെ കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ. അപ്പൊ നമുക്ക് അനാവശ്യമായിട്ടുള്ള എല്ലാ ഇതും നമുക്ക് ഓഫ് ആയിട്ടുണ്ട്. അതുമാതിരി തന്നെ നമുക്ക് ടെംപ്ലേറ്റ് ഉള്ള എല്ലാ ലെവൽസുകളും നമുക്ക് ക്ലിയർ ആവും. ലെവൽ 1 പോയി സാർ. അപ്പൊ അവിടെ കിടപ്പുണ്ട് കണ്ടോ? എന്തുകൊണ്ടാണ് അവിടെ കിടക്കുന്നത്? വ്യൂ ടെംപ്ലേറ്റ് മാറ്റാത്തതുകൊണ്ടാണ്. അത് വ്യൂ ടെംപ്ലേറ്റ് ചേഞ്ച് ചെയ്തേ. ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ സാർ, ഓക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ടെംപ്ലേറ്റിൽ എഡിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലെല്ലാതും ചേഞ്ച് ചെയ്ത്. ഇത്രയും കാര്യം ഓക്കെയാണ്. ഞാൻ നോക്കിയിട്ട് നിങ്ങൾ ഇത്രയും കാര്യം ക്ലിയർ ആയിട്ടുണ്ട്.